മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നടി ശ്രീവിദ്യയുടെ ബന്ധു ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ശ്രീവിദ്യയുടെ സ്വത്തുക്കളുടെ പവർ ഓഫ് അറ്റോർണി കയ്യിലുള്ള ഗണേഷ് കുമാർ സഹോദരൻ ശങ്കറിനെയും കുടുംബത്തെയും ശ്രീവിദ്യയിൽ നിന്നും അകറ്റി നിർത്താൻ ശ്രമിച്ചുവെന്നും നടിയുടെ സഹോദര ഭാര്യ വിജയലക്ഷ്മി ആരോപിക്കുന്നു. ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കവെയായിരുന്നു വിജയലക്ഷ്മി ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. இவ என்ன பண்ணிட்டா, அவளுடைய அசெட்ஸ் முழுக்க ஒரு வில்லாக எழுதி அந்த வில்லுக்கு பவர் ஆஃப் அட்டார்னி அந்த கணேஷ்குமாரை போட்டா. கற்பூரமுல்லை படம் பார்த்துருக்கியா நீ? எப்படி அவளோட சொத்துக்கு சுற்றி இருக்கிறவங்க பண்ணாங்க, அவளுக்கு இன்ஜெக்ஷனை போட்டு கொண்டுடுவாங்க. எங்களுக்கு ரொம்ப அதில் சந்தேகம், என் ஹஸ்பண்டுக்கும் ரொம்ப ரொம்ப சந்தேகம். ஏன்னா அங்கே இருக்கிற அந்த சர்வெண்ட், அந்த சித்தான்னு ஒரு லேடி இருந்தாங்க, அவங்க சொன்னாங்க, ஒரு நர்ஸ் சொன்னாங்க, அம்மா மேடம் சைன் போடும்போது ஷி வாஸ் நாட் இன் ஹர் சென்சஸ் அப்படின்னு. பட் எங்களால் ஒன்றும் மோத முடியாது, பிகாஸ் அவர் பொலிட்டிஷியன். என் பசங்க கிட்டக்கவே போகாதுன்ட்டாங்க. ஏன்னா அந்த வில்லில் சித்தாவுக்கு 1 லட்சம், சகாதேவன் அவள் ஹஸ்பண்டுக்கு 1 லட்சம், என் பசங்களுக்கு ஈச் 5 lakhs, அப்புறம் மிச்சதெல்லாம் ரொம்ப புவராக இருக்கிற டான்ஸ் தெரிஞ்சு படிக்கிற குழந்தைங்களுக்கு ட்ரஸ்ட் மூலமாக போகணும் அப்படின்னு எழுதி வச்சிட்டா. அந்த ഗണേഷ്കുമാർ ട്രസ്റ്റ് ആരംഭിച്ചാരെന്ന് എங்களுக்கு தெரியாது. ക്യാൻസർ ചികിത്സയുടെ ഭാഗമായി കീമോതെറാപ്പിക്ക് വിധേയമായ സമയത്താണ് ശ്രീവിദ്യ തന്റെ സ്വത്തുക്കളുടെ പവർ ഓഫ് അറ്റോർണി ഗണേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയ വിൽപത്രം തയ്യാറാക്കിയതെന്നാണ് വിജയലക്ഷ്മി പറയുന്നത്. ഇത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. ശ്രീവിദ്യയുടെ നിരവധി സ്വത്തുക്കളെ കുറിച്ചുള്ള യാതൊരു പരാമർശവും വിൽപത്രത്തിൽ ഇല്ലെന്നും വിജയലക്ഷ്മി അവകാശപ്പെടുന്നുണ്ട്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന നൃത്ത വിദ്യാർത്ഥികൾക്ക് ട്രസ്റ്റ് വഴി സഹായം നൽകണമെന്നായിരുന്നു വിൽപത്രത്തിലെ പ്രധാന നിർദ്ദേശം. എന്നാൽ ഇത് ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല. 15 ലക്ഷത്തിൽ ഏറെ തുകയുടെ ബാങ്ക് ഡിപ്പോസിറ്റും 580 ഗ്രാം സ്വർണവും 1.5 കിലോഗ്രാം വെള്ളിയും കാറും അടക്കമുള്ള സ്വത്തുക്കൾ ഉള്ളതായി വിൽപത്രത്തിലുണ്ട്. എന്നാൽ ഇതിനെല്ലാം എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ല എന്നും അവർ പറയുന്നു. തന്റെ 2 ജോലിക്കാർക്ക് ഓരോ ലക്ഷം വീതവും സഹോദര പുത്രന്മാർക്ക് 5 ലക്ഷം രൂപ വീതവും നൽകണമെന്നും വിൽപത്രത്തിൽ നിർദ്ദേശമുണ്ട്. എന്നാൽ ഇതൊന്നും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ശ്രീവിദ്യയുടെ ഏറ്റവും വലിയ ആഗ്രഹമായ ട്രസ്റ്റ് സ്ഥാപിക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നും സഹോദര ഭാര്യ ആവശ്യപ്പെടുന്നുണ്ട്. ശ്രീവിദ്യയുടെ ചികിത്സയുടെ വിവരങ്ങൾ ഗണേഷ് കുമാർ ബന്ധുക്കളിൽ നിന്ന് മറച്ചുവെച്ചു. വക്കീൽ വഴി നിയമപരമായി നീങ്ങിയപ്പോൾ മാത്രമാണ് വിൽപത്രത്തിന്റെ വിശദാംശങ്ങൾ പോലും നൽകിയത്. അവസാന കാലത്ത് ശ്രീവിദ്യയുടെ കുടുംബാംഗങ്ങൾ ഉപേക്ഷിച്ചുവെന്ന് പറയുന്നത് കള്ളപ്രചരണം മാത്രമാണെന്നും വിജയലക്ഷ്മി കൂട്ടിച്ചേർക്കുന്നുണ്ട്. സംഭവത്തിൽ ഗണേഷ് കുമാറിനെതിരെ 2012 ശ്രീവിദ്യയുടെ ബന്ധുക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ശ്രീവിദ്യയുടെ വിൽപത്രത്തിൽ നിർദ്ദേശിച്ച രീതിയിൽ സ്വത്തുവകകൾ ഗണേഷ് വിനിയോഗിച്ചിട്ടില്ലെന്നായിരുന്നു പ്രധാന പരാതി. ശ്രീവിദ്യയുടെ സ്വത്ത് കെ ബി ഗണേഷ് കുമാർ MLA അനധികൃതമായി കൈവശം വെച്ചിരിക്കുകയാണെന്ന് കാട്ടി 2015 കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെങ്കിലും ഈ വിഷയത്തിൽ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല. വീട്, കാറ്, സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിലെ സ്വത്ത്, LIC പോളിസികൾ എന്നിവ ഗണേഷ് കുമാർ കൈക്കലാക്കി എന്നായിരുന്നു പരാതി. ചെന്നൈ മഹാബലിപുരത്തെ വീട് വലിയ തുകയ്ക്കാണ് ശ്രീവിദ്യ വിറ്റത്. ഈ തുക കൊണ്ട് വിവിധ ഇടങ്ങളിൽ നിക്ഷേപം നടത്തിയിട്ടുമുണ്ട്. എന്നാൽ പല കാര്യങ്ങളും ഗണേഷ് കുമാർ തങ്ങളിൽ നിന്നും മറച്ചുവെച്ചുവെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. അതേസമയം MLA എന്ന നിലയിലല്ല, വ്യക്തിബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിൽപത്രം തന്റെ പേരിൽ എഴുതി വെച്ചതെന്നായിരുന്നു കെ ബി ഗണേഷ് കുമാറിന്റെ വിശദീകരണം. ശ്രീവിദ്യയുടെ സ്വത്തുക്കളിൽ ഭൂരിഭാഗവും നികുതി വകുപ്പിന്റെ കയ്യിലാണെന്നും ലോകായുക്തയിൽ നൽകിയ പരാതിക്ക് മറുപടിയായി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്.